ഹായ് ഫ്രണ്ട്സ്, മൈ ഫാം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ബ്രീഡ് ചെയ്യാൻ വെച്ചൊരു ബെറ്റവേഷനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്കൊരു വേറെ ടാങ്കുകളിലേക്ക് വലുതാവാൻ വേണ്ടി വിടണം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ബാരലിലേക്ക് അവരെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരെ മാറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ പുതിയ 2 ബ്രീഡിങ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ലൈവ് ഫുഡ് കൊടുക്കുന്ന ഫിഷുകളായതുകൊണ്ട് തന്നെ ഈ ബെറ്റാസിനെ നമുക്കൊരു 10-12 ദിവസം ഗ്യാപ്പിൽ നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു 15 ദിവസം മാക്സിമം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 ദിവസത്തിന് മുകളിൽ സമയം എടുത്തിട്ടേ നമുക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-12 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും എഗ്ഗ് ലോഡാവുകയും വീണ്ടും ബ്രീഡിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നല്ല രീതിയിൽ ലൈവ് ഫുഡ് കൊടുക്കണം. ആർട്ടീമിയ, മൊയിന പോലെയുള്ള നല്ല ലൈവ് ഫുഡ്, അതുകൊണ്ട് കൂത്താടി ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വീണ്ടും നമുക്ക് 10-12 ദിവസം ഗ്യാപ്പിൽ വീണ്ടും ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളൊരു ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വീണ്ടും ബ്രീഡ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ്. 2 പേരിനാണ് ഇപ്രാവശ്യം ബ്രീഡ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതുണ്ട് നമ്മുടെ ബെറ്റാസിൻ്റെ കുട്ടികൾ. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇനി മൊയിനെ കൊടുത്ത് തുടങ്ങണം. അപ്പോൾ മൊയിനെ ഞാൻ ഓൾറെഡി ടാങ്കിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ അതിൻ്റെ ചെയ്യുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ മൊയിന ഇത് നമ്മുടെ 3ാമത്തെ ഘട്ടം ഭക്ഷണം എന്നുകൊണ്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു വലിപ്പമാണ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവരെ ഞാൻ വലിയൊരു ടാങ്കുകളിലേക്കായിട്ട്, അതായത് വലിയ ടാങ്കൊന്നുമല്ല, അതായത് ഈ ഒരു ടാങ്ക്, അതുപോലെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ടാങ്ക്, അങ്ങനെ ഈ 2 ടാങ്കിലേക്കായിട്ട് വിടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്, ബദാമിൻ്റെ ലീഫ് ഇട്ടിട്ടുണ്ട്, ഫോക്സ് സ്റ്റൈലിൻ്റെ പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പിൽ ഒരു കിടന്ന് വളരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വാട്ടർ ചേഞ്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവർ ഈ ഒരു സെറ്റപ്പിൽ കിടന്ന് വളരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിവിടെ ടാങ്കുകളുണ്ട്. ആ ടാങ്കുകളിലൊക്കെ ഫിഷിനെ സെറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത ബ്രീഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് മാറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മെയിലിനെ വെച്ചിട്ട് തന്നെ വേറൊരു ഫീമെയിലിനെ വെച്ചിട്ട്, അതായത് നമ്മൾ മുമ്പ് ചെയ്ത ഫീമെയിലിനെ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ വേറൊരു മെയിലിനോട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെയിലിന് നമ്മൾ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഈ ഒരു മെയിലിന് നമ്മൾ മറ്റേ ഫീമെയിലിനെ, ഒരു ബ്ലൂ ഫീമെയിലുണ്ട്, അതിനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് വളരട്ടെ. നമുക്ക് ഇവരെ തൽക്കാലം ഇവർക്കൊരു ബ്രീഡിങ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവരെ മാറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് പണിയുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഈ 2 ടാങ്കായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്നതാണ് കുട്ടികൾ. അത്ര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കുറച്ച് ശ്രമിച്ചു നോക്കി, പക്ഷേ കുട്ടികൾ അങ്ങനെ ക്ലിയർ ആയിട്ട് ഇതിൽ ക്യാമറയിൽ കിട്ടുന്നില്ല. എന്നാലും ഇത് കുറച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ കുറച്ച് ആർട്ടിമിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മൊയിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും മൊയിന കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ടാങ്കിൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തോന്നുന്നു. കണ്ടിട്ട് ഇവിടെ ഈ ഓടി നടക്കുന്നൊക്കെ കുട്ടികൾ തന്നെയാണ്. അത് ഇത്ര ക്ലിയർ ആയിട്ട് ഇതിൽ കാണുന്നില്ല. ഒന്നാമത് വൈകുന്നേരമായി, പിന്നെ വെളിച്ചത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നൊക്കെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഈ 2 ടാങ്കിലായിട്ടാണ് നമ്മൾ ഇവിടെ ഇറക്കി വിട്ടിട്ടുള്ളത്. ഈ 2 ടാങ്കിലായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരിന് ഒരു മാസമൊക്കെ അതിൽ കിടക്കട്ടെ. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് വലിയ ആൾക്കാരെ നോക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അത് സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ വലിയ ആൾക്കാർ വലുതാവും, ചെറിയ ആൾക്കാർ ഇങ്ങനെ ചെറുതായി പോവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ അടുത്ത ബ്രീഡിങ്ങിന് ഇതേ നമ്മുടെ മെയിലിനെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര ദിവസം ഈ മെയിൽ നമ്മുടെ ഫീമെയിൽസിൻ്റെ കൂടെ കുട്ടികളുടെ കൂടെ കിടക്കായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കൂടെ കിടന്ന് ആൾ കുറച്ച് ടയേർഡായിരിക്കും. അവർ ഫുഡൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ട്, ഞാൻ നന്നായി ആൾ കഴിച്ചിട്ടുമുണ്ട്. എന്നാലും ആൾ കുറച്ച് പാരൻറ്റിങ്ങിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആൾ കുറച്ച് ടയേർഡായിരിക്കും. അപ്പോൾ 2 ദിവസം കൂടി നമുക്ക് ആളെ സെപ്പറേറ്റ് കണ്ടീഷൻ ചെയ്യണം. അപ്പോൾ 2 ദിവസം പുള്ളി ഈ ടാങ്കിൽ കിടന്നിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യുള്ളൂ കേട്ടോ. അതേപോലെ ഇതേ പുതിയ മെയിൽ, ഈ കാണുന്നതാണ് പുതിയ മെയിൽ. നല്ല അടിപൊളി മെയിലാണ്, നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ആൾക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ 2 ആളും ഒരുമിച്ച് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരുമിച്ച് ബ്രീഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എന്തായാലും ആ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും. അതുപോലെ ഇനി നമ്മുടെ ഈ കുട്ടികൾ ഇനി വലുതാവുന്ന വീഡിയോസ് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഓരോരോ വീഡിയോസായിട്ട് ഇതും കൂടി ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ 2 ഫീമെയിൽസിനെ ഞാൻ മാറ്റിയിട്ട് നന്നായിട്ട് എഗ്ഗൊക്കെ ലോഡാക്കി എടുത്തിട്ടുള്ളത്. നല്ല ലൈവ് ഫുഡും മറ്റും കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അവരെ വയറ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ എഗ്ഗ് ലോഡാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നോട്ടെ. കണ്ടില്ലേ, സൈഡ് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ എഗ്ഗ് ലോഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അധികം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും അടുത്ത ബ്രീഡിങ്ങിൽ നമുക്ക് ഇവരെ കുഞ്ഞുങ്ങളുടെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫീമെയിൽ ഓൾറെഡി ഒരു ബ്രീഡിങ് കഴിഞ്ഞതാണ്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്രീഡിങ് ഈ ഫീമെയിലാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ മനസ്സിലാവും.